സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുകയാണ്. ഈ പ്രതികൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. SITക്ക് വലിയ തിരിച്ചടിയല്ലേ ഇങ്ങനെ ഓരോരുത്തർ പുറത്തിറങ്ങുന്നത്? റിപ്പോർട്ടർമാർ വിശദ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. TV പ്രസാദ്, റോഷിപാൽ, സായ്കുമാർ, ഹരിമോഹൻ, ജയശങ്കർ എന്നിവർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തടവിലായിരുന്ന ഒരാൾ കൂടി പുറത്തേക്ക്. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറിനാണ് ഇന്ന് ജാമ്യം ലഭിച്ചത്. അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാതായതോടെയാണ് സുധീഷ് കുമാറിന്റെ ജാമ്യം ലഭിച്ചത്. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് തന്നെ ജയിൽ മോചിതനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, അങ്ങനെ മൂന്നാമത്തെയാളും പുറത്തിറങ്ങുകയാണ്. SITക്ക് ഇത് തിരിച്ചടിയാണ്. കേസിനെ ഇത് സ്വാധീനിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇത് എങ്ങനെ ഇവർക്കൊക്കെ പുറത്തിറങ്ങാൻ കഴിയുന്നു എന്നുള്ളതിലേക്കൊക്കെ നമുക്ക് വിശദമായി തന്നെ എത്താം. ഇപ്പോൾ സുധീഷ് പുറത്തിറങ്ങിയ സാഹചര്യം പറയൂ. ഇന്ന് തന്നെ ജയിൽ മോചിതനാവുമല്ലോ അല്ലേ? അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ അത് ഇന്നല്ല, ബുധനാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നു പരിഗണിക്കാൻ, അല്ലേ? അതെ റോഷ്നി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1, 2, 3 അങ്ങനെ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് സുധീഷ് കുമാറിന് കോടതി ജാമ്യം അനുവദിച്ചത് സ്വാഭാവിക ജാമ്യമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു പ്രതിക്ക് സ്വാഭാവികമായും ഇത്തരത്തിൽ 90 ദിവസം കഴിഞ്ഞും അയാൾക്കെതിരെ കുറ്റപത്രമില്ലാത്ത സാഹചര്യത്തിൽ പുറത്തിറങ്ങുക എന്നത് അയാളുടെ സ്വാഭാവിക അവകാശമാണ്. ഇത് മുരാരി ബാബുവിൻ്റെ ജാമ്യവിധിയുമായി ബന്ധപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ആ സ്വാഭാവിക ജാമ്യം സുധീഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നു. കട്ടിലപ്പാളി, ദ്വാരപാലകപ്പാളി കേസുകളിലാണ് 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് സുധീഷ് കുമാറിന് കോടതി ജാമ്യം അനുവദിച്ചത്. ഇന്ന് തന്നെ സുധീഷ് കുമാർ വൈകിട്ടോട് തന്നെ ജയിൽ മോചിതനാകും. നേരത്തെ മുരാരി ബാബുവിനും ഉൾപ്പെടെയുള്ള മറ്റ് 2 പേർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ശബരിമലയിലെ മുൻ 2 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ, ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായക ചുമതലകൾ വഹിച്ച ഈ രേഖ നീക്കുന്നതിലുൾപ്പെടെ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിലുൾപ്പെടെ നിർണായക സ്വാധീനം ചെലുത്തുന്ന ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങുമ്പോൾ നാളെ ഈ കേസിന്റെ സ്ഥിതി എന്താകുമെന്നൊരു ചോദ്യം അതുപോലെയുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും SITക്ക് ഇതുവരെ കുറ്റപത്രം നൽകാനായിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണ്. SIT കുറ്റപത്രം നൽകാത്തത് കൊണ്ട് മാത്രമാണ് 1, 2, 3 എന്ന നിലയിൽ പ്രതികൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത്. വരും ദിവസങ്ങളിൽ ഇറങ്ങുന്ന പ്രതികളുടെ എണ്ണം കൂടും. നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കട്ടിലപ്പാളി കേസുമായി ബന്ധപ്പെട്ട ഇതിലെ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കുമെന്ന് വിശദമായ വാദം തന്നെ ആ കേസിൽ കേൾക്കും. സ്വാഭാവികമായും മറ്റു പ്രതികൾക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും 90 ദിവസം പൂർത്തിയായതോടെ പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യത്തിലെ ഭീതി ബുധനാഴ്ച ഉണ്ടാവും. അങ്ങനെ ഓരോ പ്രതികളും പുറത്തിറങ്ങുന്ന സാഹചര്യമാണ്. ഒപ്പം തന്നെ നാളെ തന്ത്രിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. തന്ത്രി ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനിക്കെതിരെ തെളിവുകളില്ല, തന്നെ കുടുക്കിയതാണെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. മറ്റന്നാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. വിശദമായ വാദം റോഷ്നി കേൾക്കേണ്ട സാഹചര്യമില്ല. കാരണം 90 ദിവസം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവകാശമാണ്. മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി അത് പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ മറ്റന്നാൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങും. അങ്ങനെ 4ാമത് പുറത്തിറങ്ങുന്ന ആളായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ ഓരോ ആളുകളായി ഇറങ്ങുമ്പോഴും എന്തുത്തരം SIT കോടതിയിൽ പറയുമെന്നതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. SIT ഇതുവരെ പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. തൊണ്ടി ഉൾപ്പെടെ കണ്ടെത്താനാകാത്തതാണ് SITക്ക് മുന്നിലെ വലിയ വെല്ലുവിളി. എന്തായാലും ഓരോ പ്രതികളായി ഇറങ്ങുന്നു. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ 90 ദിവസം പൂർത്തിയാകും. സ്വാഭാവിക ജാമ്യം നേടുകയും ചെയ്യും. റോഷ്നി, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.